അങ്ങനെ 2 മാസത്തെ ലീവ് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് ദുബായിലെത്തി. സാനുവിൻ്റെ സ്കൂള് ഇന്ന് തുറക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ തലേ ദിവസമാണ് എത്തിയത്. അപ്പോൾ അടുക്കളയിൽ കയറി രാവിലെ നേരത്തെ തന്നെ എണീക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം നാട്ടിൽ ഈ സമയത്തൊന്നും ഞാൻ എണീക്കാറില്ല. അപ്പോൾ നേരത്തെ 5:30-ക്കൊക്കെ എണീക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇന്ന്. അപ്പോൾ അടുക്കളയിൽ കയറി എന്ത് ചെയ്യണം, എവിടെ നിന്ന് തുടങ്ങണം എന്നറിയാതെ ആകെ കൺഫ്യൂഷനിലായിരുന്നു. കാരണം ഞാൻ വെച്ചിട്ട് പോയ അടുക്കള വൃത്തിയാക്കി, നാട്ടിൽ പോണേറ്റ് മുന്നേ അടുക്കള വൃത്തിയാക്കി വെച്ചിട്ട് പോയ അതുപോലെ അല്ലായിരുന്നു അടുക്കള. ആകെ എൻ്റെ സാധനങ്ങളൊക്കെ ഞാൻ സ്ഥിരം വെക്കുന്ന സ്ഥലത്തു നിന്നൊക്കെ മാറി ഇരിക്കുകയായിരുന്നു. അത് കാരണം വല്ലാത്തൊരു കൺഫ്യൂഷൻ അടുക്കളയിൽ കയറിയപ്പോൾ. അപ്പോൾ ഏതായാലും സാനുവിന് സ്കൂളിലേക്ക് ടിഫിൻ കൊടുത്തയക്കണം. അപ്പോൾ ബ്രെഡും മുട്ടയുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടൊരു ബ്രെഡ് സാൻഡ്വിച്ച് ഉണ്ടാക്കി. ഏതായാലും സിമ്പിളായിട്ടൊന്നും ആദ്യത്തെ ദിവസമൊന്നും എനിക്ക് വലിയ മൂഡുണ്ടായിരുന്നില്ല ഡീറ്റെയിൽ ആയിട്ടുള്ള ടിഫിനൊന്നും പാക്ക് ചെയ്യാൻ. അപ്പോൾ ബ്രെഡ് എഗ്ഗ് സാൻഡ്വിച്ച് ഉണ്ടാക്കി പാക്ക് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ഒരു ഫ്രൂട്ട് ബ്രേക്ക് ഉള്ള കാരണം അപ്പോൾ ഫ്രൂട്ട്സ് എന്ത് കൊടുത്തയക്കുമെന്ന് നോക്കിയപ്പോൾ നാട്ടിൽ നിന്ന് ഞാൻ നേന്ത്രപ്പഴം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു നേന്ത്രപ്പഴം കട്ട് ചെയ്ത് ഇതുപോലെ ഒന്ന് വാട്ടിയിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ സാനുവിന് ഇത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതേപോലെ നേന്ത്രപ്പഴം ഒരുവിധം നന്നായിട്ട് പഴുത്തിട്ടുണ്ടായിരുന്നു. കുറച്ച് ഒരു പാകമാവാത്തൊരു ഒരു ടൈപ്പാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. കാരണം ഇപ്പോൾ ഫ്ലൈറ്റിലൊക്കെ വരുമ്പോഴേക്കും അതൊന്നും കറുത്ത് ഒന്നും കൂടി ഒന്ന് ശരിക്കും നന്നായിട്ട് പഴുക്കും. അപ്പോൾ നേന്ത്രപ്പഴം വാട്ടിയിട്ട് അതിൽ മേലെ കുറച്ച് പഞ്ചസാര ഒന്ന് സ്പ്രിങ്കിൾ ചെയ്തു. പിന്നെ എഗ്ഗ് സാൻഡ്വിച്ച് ഉണ്ടാക്കിയത് അതും വെച്ചു. കൂടെ തന്നെ സോസിൻ്റെ പാക്കറ്റ് ഉണ്ടായിരുന്നു, ചെറിയ പാക്കറ്റ്. അപ്പോൾ ആ പാക്കറ്റും വെച്ച് കൊടുത്ത് സാനുവിന് ഉള്ള ടിഫിൻ ബോക്സ് പാക്ക് ചെയ്തു. ഇനിയിപ്പോൾ ബുക്സ്, കാരണം ഞങ്ങൾ തലേ ദിവസം രാത്രിയാണ് എത്തിയത്. അത് കാരണം ടൈം ടേബിളിനനുസരിച്ച് ബുക്കൊന്നും സാനുവിന് വെക്കാൻ പറ്റിയില്ല. അപ്പോൾ അതെല്ലാം ടിഫിൻ പാക്ക് ചെയ്തതിന് ശേഷം എല്ലാം നോക്കി ബുക്സൊക്കെ ടൈം ടേബിളിനനുസരിച്ച് വെച്ച് കൊടുത്തു. ഇനി സാനുവിനെ ഒന്ന് എണീപ്പിച്ച് റെഡിയാക്കണം. ഒരു സൈഡിലെ പെട്ടി ഞങ്ങൾ രണ്ടാളും കൊണ്ടുവന്ന പെട്ടി അവിടെ വെച്ചിട്ടുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ എനിക്ക് ടെൻഷനാണ്. കാരണം അൺപാക്കിങ് അതൊരു വലിയൊരു പണിയാണ്. ഇനി സാനുവിനെ സ്കൂളിൽ കൊണ്ട് വിട്ട് വന്നതിന് ശേഷം ഈ പണിയും വേറെ നോക്കാനുണ്ട്. പിന്നെ അടുക്കള ഞാൻ പറഞ്ഞ പോലെ ആകെ ഞാൻ വെച്ചിട്ട് പോയ സാധനങ്ങളൊന്നും ആ സ്ഥലത്ത് ഇല്ല. അപ്പോൾ അടുക്കളയും ഒന്ന് ശരിയാക്കണം. അപ്പോൾ ഇതെല്ലാം കൂടി ഒറ്റ ദിവസം കൊണ്ട് പറ്റുമെന്ന് അറിയില്ല. എന്നാലും ഒറ്റ ദിവസം കൊണ്ട് പറ്റില്ല. എന്നാലും അത് ഓരോരോ ദിവസം ഓരോരോ കാര്യങ്ങളായിട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെ സാനുവിനെ കൊണ്ട് സ്കൂളിൽ വന്നിട്ട് ഏതായാലും ഇപ്പോൾ ഒരു പെട്ടി അറ്റ്ലീസ്റ്റ് ഇന്നൊന്ന് അൺപാക്ക് ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ സാനുവിന് ഉള്ളൊരു സെപ്പറേറ്റ് പെട്ടിയുണ്ട്. അപ്പോൾ അതിലുള്ള കുറേ സാധനങ്ങളും തുണികളും പിന്നെ നാട്ടിൽ നിന്ന് അമ്മ ചേച്ചിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം എടുത്ത് വെക്കാം. അപ്പോൾ ചേച്ചിക്കുള്ള സാധനങ്ങളൊക്കെ സെപ്പറേറ്റ് ഒരു കവറിൽ ആക്കി ഞാൻ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഇന്ന് തന്നെ ഏതായാലും ചേച്ചിക്ക് കൊണ്ടുപോയി കൊടുക്കാമെന്നുള്ളൊരു പ്ലാനാണ്. അപ്പോൾ ചേച്ചിയുടെ ഓഫീസിൽ നേരിട്ട് കൊണ്ടുപോയി കൊടുക്കണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ അതിന് മുന്നേ ഈ ഒരു പെട്ടിയിലെ സാധനങ്ങൾ അൺപാക്ക് ചെയ്യുക, കബോർഡൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യണ ഒരു പണിയൊക്കെ ഉണ്ട്. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഞാനൊരു മാഴ്സിൻ്റെ ഒരു ലിപ്സ്റ്റിക്ക് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ലിപ്സ്റ്റിക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാമെന്ന് പറഞ്ഞ് എനിക്ക് കൊടുക്കാൻ പറ്റിയില്ല. കാരണം അത് ചേച്ചി എനിക്ക് വാങ്ങിച്ചു തന്ന ഒരു ലിപ്സ്റ്റിക്കാണ്. അപ്പോൾ ചേച്ചിയുടെ അടുത്ത് ഞാൻ ചോദിച്ചിട്ടുണ്ട് അതിൻ്റെ ലിങ്ക്. അത് മിന്ത്രയിൽ നിന്നാണ് വാങ്ങിച്ചത്. നല്ലൊരു ഷെയ്ഡാണത്. അപ്പോൾ ചേച്ചിയുടെ അടുത്ത് ഞാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കിട്ടിയതിന് ശേഷം ഞാൻ ഈ വീഡിയോൻ്റെ താഴെ മറ്റേ വീഡിയോൻ്റെ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ലിങ്കൊക്കെ ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ അങ്ങനെ ഒരു പെട്ടി ഞാൻ കാലിയാക്കി. തുണികളും സ്നാക്സും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കാലിയാക്കി പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ പെട്ടി നാട്ടിൽ പോണേറ്റ് മുന്നേ പെട്ടി എവിടെ ഉണ്ടായിരുന്നു അതേ സ്ഥലത്ത് പെട്ടി കൊണ്ടുപോയി വെക്കണം. അപ്പോൾ നേരെ ഞാൻ അതെടുത്ത് സ്റ്റോർ റൂമിൻ്റെ ഉള്ളിലേക്ക് ആക്കി. കാരണം പെട്ടിയുടെ സാധനം സ്റ്റോർ റൂമിലാണ്. അപ്പോൾ നേരെ ഒരു പെട്ടി അങ്ങോട്ട് കാലിയാക്കിയപ്പോൾ ഒരു വല്ലാത്തൊരു സമാധാനമായിരുന്നു. ഈ അൺപാക്കിംഗ് എന്ന് പറഞ്ഞാൽ എനിക്കിഷ്ടമില്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ ഇതെല്ലാം കൂടി ഇങ്ങനെ ഒന്നിച്ച് കാണുമ്പോൾ തിരിച്ച് അടുത്ത ഫ്ലൈറ്റ് ബുക്ക് ചെയ്ത് നാട്ടിലേക്ക് പോയാലോ എന്നൊക്കെ കൂടി ഇങ്ങനെ ആലോചിച്ചിരിക്കുകയായിരുന്നു. കാരണം നാട്ടിൽ നിന്ന് വന്ന വിഷമം ഒരു സൈഡ്, പിന്നെ ഇത് ഈ അൺപാക്കിങ്ങും. അപ്പോൾ ഇതെല്ലാം കൂടി ആകെ എന്താ പറയുക, ഭയങ്കര ഒരു അപ്സെറ്റ്, ഒരു ഡിപ്രസ്ഡ് ആയിട്ടുള്ള ഒരു ഫീലിംഗ്. അങ്ങനെ സാനുവിൻ്റെ കബോർഡ് ഏതായാലും ഇന്നത്തേക്ക് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. പഴയ തുണികൾ, അതായത് പാകമില്ലാത്ത കുറേ ഡ്രസ്സുകളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം പുറത്ത് എടുത്ത് വെച്ച് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പുതിയ
ഡ്രസ്സുകളും അതെല്ലാം ഉള്ളിലേക്ക് ഞാൻ മടക്കി കബോർഡ് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പഴയ ഡ്രസ്സുകളൊക്കെ ഞാൻ സാധാരണ ഇതുപോലെ കൊടുക്കുന്നത് ഡ്രസ്സ് റീസൈക്കിളിന് വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ഒരു 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 NGO ഉണ്ട്. അപ്പോൾ അവരെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വന്ന് റീസൈക്ലിങ്ങിന് ഡ്രസ്സസ് അവർ നമ്മുടെ നിന്ന് കളക്ട് ചെയ്ത് കൊണ്ടുപോകും. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഡ്രസ്സസിൻ്റെ വെയിറ്റ് അനുസരിച്ച് അവർ നമുക്ക് പൈസ തരും. അപ്പോൾ അങ്ങനത്തെ ഇതിപ്പോൾ 2-3 പ്രാവശ്യമായി ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ പാകമില്ലാത്ത പഴയ ഷൂസ്, നമ്മൾ കളയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെച്ചിരിക്കുന്ന പഴയ ഹാൻഡ് ബാഗ്സ്, ഒരുവിധം അത്രയും മോശം ഉള്ളതല്ല, ഒരുവിധം യൂസ് ചെയ്യാൻ പറ്റിയ ഒരു കണ്ടീഷനിൽ പഴയതൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനത്തെ സാധനങ്ങൾ, ഡ്രസ്സുകൾ, അപ്പോൾ ഇതൊക്കെ അവർ എടുത്ത് അവർ വെയിറ്റ് നോക്കിയിട്ട് വെയിറ്റിനനുസരിച്ച് നമുക്കവർ പൈസ തരും. അപ്പോൾ ഞാനത് എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് അത് കൊടുക്കാൻ നേരത്ത് അതിൻ്റെ ഡീറ്റെയിൽസ് ഞാനൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അപ്പോൾ ഈ ഒരു ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ഇതൊരു പാവാടയും ബ്ലൗസാണ്. അപ്പോൾ ഓണത്തിനൊക്കെ സാധനം ഡാൻസ് ക്ലാസ്സിൽ പോണ കാരണം അവിടെ ഓണപരിപാടികളോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ദിവസങ്ങളിൽ അതുപോലെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് എത്നിക് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വരാൻ പറയും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നാട്ടിൽ നിന്ന് തുന്നിച്ച് കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇതെല്ലാം സാധനങ്ങളുടെ ഡ്രസ്സെല്ലാം സെറ്റാക്കി കബോർഡിൽ വെച്ച് കൊടുത്തു. ഇനിയാണ് മെയിനായിട്ട് വേറൊരു ടാസ്ക് ഉള്ളത്. എന്നെയും കാത്ത് 10-25 ദിവസമായി ഒരു സൂട്ട് കേസ് ഇവിടെ വീട്ടിലുണ്ട്. ഹസ്ബൻഡ് നാട്ടിൽ നിന്ന് ഞങ്ങൾ വരണേറ്റവും ഒരു 10-25 ദിവസം മുന്നേ എത്തി. അപ്പോൾ ഞാൻ വരാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയായിരുന്നു ഹസ്ബൻഡിൻ്റെ സൂട്ട് കേസിലുള്ള ഡ്രസ്സെല്ലാം എടുത്ത് പുറത്ത് വെക്കാൻ. അപ്പോൾ അതൊരു മെയിനായിട്ടുള്ളൊരു പണി. അപ്പോൾ അതും സൈഡ് ബൈ സൈഡ് ചെയ്തു. കുറേ ടീഷർട്ട്, ഷർട്ട്സ് ഇതെല്ലാം അവിടെ ഹാങ്കറിൽ തൂക്കാനും അവിടെ പെട്ടിയിലൊക്കെ കുറേ ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും എല്ലാം മടക്കി വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ടുള്ള പണിയിൽ ഒരു 75% തീർന്ന ഒരു ഫീലാണ്. അപ്പോൾ നിങ്ങളുടെ വീട്ടിലും ഇതുപോലെയാണോ എന്നൊക്കെ നിങ്ങൾ കമൻസിൽ പറയണം. അപ്പോൾ ഇതെല്ലാം മടക്കി വെച്ച് കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഹസ്ബൻഡ് വന്ന് പറഞ്ഞു, ഏതായാലും ഇത്രയും പണി ചെയ്ത് ക്ഷീണിച്ചതല്ലേ, ബ്രേക്ക്ഫാസ്റ്റ് വീട്ടിലുണ്ടാക്കണ്ട, നമുക്ക് പുറത്ത് പോയി കഴിക്കാമെന്നും പറഞ്ഞ് ഞങ്ങൾ രണ്ടാളും കൂടി വേഗം പോയി ഭക്ഷണം അടുത്തുള്ള റെസ്റ്റോറൻറ്റിൽ പോയിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് തിരിച്ച് പോയതിന് ശേഷവും ഇനിയും കുറേ പണികളുണ്ട്. അപ്പോൾ കുറച്ച് നേരം ആ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിയണം ഒരു ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് വന്നതിന് ശേഷം വളരെ ക്വിക്കായിട്ട് വീട് മൊത്തം ഒന്ന് ക്ലീൻ ചെയ്തു. ക്വിക്കായിട്ടൊന്ന് വാക്യൂം ചെയ്ത് ഒന്ന് വൃത്തിയാക്കിയപ്പോൾ ഒരു സമാധാനം ആയി. അത് കഴിഞ്ഞ് ഞാൻ നേരെ അടുക്കളയിലേക്ക് ഞാൻ കയറി. കാരണം സാനുവിന് കൊടുത്ത ഭക്ഷണം കൊടുത്തതിൻ്റെ ബാക്കി ആ പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു. അപ്പോൾ വേഗം ക്വിക്കായിട്ട് പാത്രങ്ങളും കഴുകി വെച്ചു. ഇനി ഈ പണികളെല്ലാം തീർത്തിട്ട് വേണം എനിക്ക് ചേച്ചീനെ കാണാൻ പോകാൻ. കാരണം സാധനങ്ങളും കൊടുക്കാനുണ്ടല്ലോ. അപ്പോൾ ചേച്ചീനെ കണ്ടിട്ട് വരണം. അപ്പോൾ അതിന് മുന്നേ കുക്കിങ്ങും ഉച്ചയ്ക്കുള്ള ലഞ്ചിൻ്റെ പരിപാടികളും തീർത്തിട്ട് പോകണം. അപ്പോൾ പെട്ടി അൺപാക്ക് ചെയ്തപ്പോൾ കിച്ചണിലേക്ക് വെക്കാനുള്ള കുറച്ച് സാധനങ്ങളും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മ തന്നിട്ടുണ്ടായിരുന്നു നല്ല കറുത്ത നിറത്തിലുള്ള പുളി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എല്ലാ കൊല്ലവും കൊണ്ടുവരാറുള്ളതാണ്. അപ്പോൾ പുളിയും കുറച്ച് കുടംപുളിയും പിന്നെ ഈ ഉണക്കിയ ചുണ്ടക്കായ, അതായത് കൂട്ടാനിലൊക്കെ ഇട്ട് പുളി ഒഴിച്ച് കൂട്ടാൻ വെക്കാൻ ഒക്കെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ചുണ്ടക്കായയും തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതും എല്ലാം അതിൻ്റെ ഷെൽഫിലേക്ക് ആക്കി അതൊന്ന് സെറ്റായി. അപ്പോൾ അത്യാവശ്യം കിച്ചൻ്റെ കൗണ്ടർ ടോപ്പും അതും കൂടി ഒന്ന് ക്ലീൻ ചെയ്ത് ഒന്ന് റെഡിയാക്കാനുണ്ട്. എൻ്റെ കൂട്ടത്തിൽ ചെറിയൊരു ടിപ്സ് നിങ്ങളും ചെയ്യുന്നുണ്ടാവും. എന്നാലും ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ്, നമ്മൾ ഈ ചോക്ലേറ്റ്സും ഇതൊക്കെ വാങ്ങിക്കുമ്പോൾ ബട്ടർ കുക്കീസൊക്കെ വാങ്ങിക്കുമ്പോൾ അതിൻ്റെ സ്റ്റീലിൻ്റെ ടിന്ന് അല്ലെങ്കിൽ ആ പ്ലാസ്റ്റിക്കിൻ്റെ ആ ഒരു റൗണ്ട് ഡപ്പയൊക്കെ കിട്ടുമല്ലോ. അപ്പോൾ അതൊക്കെ കളയാതെ ഇതുപോലെ സ്നാക്സിൻ്റെ ചെറിയ പാക്കറ്റ്, അതായത് ഈ ചിപ്സിൻ്റെ പാക്കറ്റ്, മിച്ചറിൻ്റെ പാക്കറ്റ്, അപ്പോൾ അങ്ങനത്തെ പാക്കറ്റൊക്കെ പൊട്ടിച്ചത് ബാക്കി ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ ഞാൻ സാധാരണ ഇങ്ങനത്തെ ഒരു ഡപ്പയിൽ ഇട്ട് വെച്ച് ക്ലോസ് ചെയ്ത് വേറെ ഡപ്പയിലേക്ക് തനിയെ ആക്കാതെ അങ്ങനെ ഈ പാക്കറ്റുകളൊക്കെ ഒരു ഡപ്പയിലാക്കി ഇങ്ങനെ ക്ലോസ് ചെയ്ത് വെക്കാറാണ് പതിവ്. കാരണം ഇതിനായിട്ട് സെപ്പറേറ്റ് ഡപ്പ നമുക്ക് വാങ്ങിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇതൊരു നമ്മുടെ ഈ ബിസ്ക്കറ്റിൻ്റെയും ചോക്ലേറ്റിൻ്റെയും ഡപ്പകളൊക്കെ ഒരു റീയൂസ് ചെയ്ത പോലെയും ആവും. അപ്പോൾ അങ്ങനെ കുറച്ച് ചിപ്സിൻ്റെ പാക്കറ്റൊക്കെ ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം എടുത്ത് ഡപ്പയിൽ എടുത്ത് പാക്ക് ചെയ്ത് വെച്ചു. ഇനിയിപ്പോൾ ക്വിക്കായിട്ട് ലഞ്ചിൻ്റെ പരിപാടിയാണ്. അപ്പോൾ ഞാൻ കുക്കറിൽ ചോറ് വെച്ചു. അപ്പോൾ തലേ ദിവസം വെച്ച രസം
പിന്നെ കുറച്ചൊരു ചിക്കൻ ഗ്രേവി ഉണ്ടായിരുന്നു. അതായത് ഹസ്ബൻഡ് ഇവിടെ ഇല്ലാത്ത സമയത്ത് വന്ന് ഒരു കുക്ക് ആൻറ്റി ഉണ്ട്, അവർ വന്ന് കുക്ക് ചെയ്ത് കൊടുക്കും. അപ്പോൾ അവർ ഉണ്ടാക്കി വെച്ച ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഒന്ന് ഫിനിഷ് ചെയ്യാൻ വിചാരിച്ചിട്ട് ഇപ്പോൾ പണികളെല്ലാം വേഗം തീർത്ത് ഞാൻ ഇറങ്ങി ചേച്ചീനെ കാണാൻ വേണ്ടിയിട്ട്. ചേച്ചിയുടെ ഓഫീസിൽ പോവാണ്. ഓഫീസിൽ പോയിട്ട് സാധനങ്ങൾ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങി. ഇപ്പോൾ ഈ ചേച്ചീൻ്റെ സാധനങ്ങളെല്ലാം കൊടുത്ത് തിരിച്ച് വന്നതിന് ശേഷം ഇനി സാനുവിനെ സ്കൂളിൽ നിന്ന് പിക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ അത് നേരെ ചേച്ചിയുടെ ഓഫീസിൽ പോവുകയാണ്. അപ്പോൾ അങ്ങനെ സാനു മോളനെ സ്കൂളിൽ നിന്ന് പിക്ക് ചെയ്ത് ഞങ്ങൾ വീട്ടിലെത്തി. ഭക്ഷണമൊക്കെ കഴിച്ച് സാനു എവിടെ ഇരുന്ന് ടി വി കാണാണ് കുറച്ച് നേരം ഒന്ന് റിലാക്സ് ചെയ്യാൻ. പിന്നെ അത് കഴിഞ്ഞ് അവൾ നാട്ടിലേക്ക് ഒന്ന് വിളിച്ചു. അതായത് അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് വർത്തമാനം പറയാൻ. കാരണം അമ്മമ്മേനെയും അച്ഛനെയൊക്കെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. നാട്ടിൽ പോയി വന്നു കഴിഞ്ഞാൽ ഇത് എല്ലാവരുടെയും ഇതൊരു സെയിം ഫീലിംഗ് ആണ്. നമ്മൾ വലിയ ആൾക്കാർക്കായാലും ശരി, ചെറിയ കുട്ടികൾക്കായാലും ശരി, വല്ലാത്തൊരു മിസ്സിങ് ആണ്. അപ്പോൾ നാട്ടിലും അവരെല്ലാവരും നമ്മളെ മിസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതേപോലെ നമുക്കും, കാരണം 2 മാസം ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഭയങ്കര പാമ്പറിങ് ഒക്കെ ആയിട്ട് അങ്ങനെ കുട്ടികളും ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം വിളിച്ച് അവരുടെ അടുത്തൊക്കെ സംസാരിച്ചപ്പോൾ കുറച്ച് സമാധാനമായിരുന്നു സാനുവിന്. കഴിഞ്ഞു. സാനു ഹോംവർക്കും സ്റ്റാർട്ട് ചെയ്തു. ആദ്യത്തെ ദിവസം മിസ്സായി. അപ്പോൾ അതിൻ്റെയൊക്കെ ആദ്യത്തെ ദിവസം ആയിട്ടും കുറേ എന്താ പറയുക പെൻഡിങ് വർക്ക്. കാരണം ആദ്യത്തെ ദിവസം തന്നെ ക്ലാസ് അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറേ നോട്ട്സ് കോപ്പി ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു, ഹോംവർക്ക്. അങ്ങനെ സാനു വീണ്ടും ബിസിയായി. ഇനിയിപ്പോൾ എനിക്ക് നാളെ രാവിലേക്കുള്ള കാര്യങ്ങളൊന്ന് റെഡിയാക്കണം. അപ്പോൾ രാവിലേക്ക് പിറ്റേ ദിവസം കൊണ്ടുപോകാൻ സാനുവിനെ കടല കൂട്ടാനും ഇടിയപ്പവുമാണ് പറഞ്ഞത്. അപ്പോൾ അതിന് കടല ഒന്ന് വെള്ളം ഒന്ന് കുതിർത്താൻ വേണ്ടി വെക്കണം. അപ്പോൾ കടലയും വെച്ചു. അപ്പോൾ നോക്കുമ്പോൾ ഫ്രിഡ്ജിൽ തേങ്ങ ഉണ്ടായിരുന്നില്ല. അപ്പോൾ വേഗം തന്നെ അമ്മേനെ വിളിച്ച് ചോദിച്ചു, തേങ്ങ ഇല്ലാതെ കടല കൂട്ടാൻ എങ്ങനെയാണ് ഉണ്ടാക്കുക ചോദിച്ചപ്പോൾ ക്വിക്കായിട്ടുള്ള റെസിപ്പി പറഞ്ഞു തന്നു. അപ്പോൾ ഒരു സവോളയും ഒരു തക്കാളിയും ഒന്ന് നന്നായിട്ട് വഴറ്റുക. അതിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുക, മല്ലിപ്പൊടി, മുളകിൻ്റെ പൊടി ഇതെല്ലാം ചേർത്ത് കുറച്ച് ഗരം മസാലയും കുറച്ച് ചിക്കൻ മസാലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി അതിൻ്റെ പൊടികളുടെ പച്ചമണം പോകുന്ന വരെ നന്നായിട്ട് വഴറ്റി വെക്കുക. എന്നിട്ട് ചൂടാറിയതിന് ശേഷം അത് അരച്ചിട്ട് നമ്മൾ എന്താ പറയുക കടലയും ഈ പേസ്റ്റും കൂടി ഇട്ടിട്ട് കുക്കറിൽ ഒരു 4-5 വിസിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കടല കൂട്ടാൻ റെഡിയായി. അപ്പോൾ നെക്സ്റ്റ് ഡേ രാവിലത്തേക്കുള്ള റെസിപ്പി ഐറ്റമും റെഡിയായി. അതേ സൈഡ് ബൈ സൈഡ് കൂടെ രാത്രിക്കുള്ള ഡിന്നറിൻ്റെ പണി നടക്കുകയാണ്. മാവ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ക്വിക്കായിട്ട് ദോശ ഉണ്ടാക്കി, എനിക്കും സാനുവിനും പ്ലെയിൻ ദോശ. അപ്പോൾ ഉച്ചത്തേക്ക് അതായത് തലേ ദിവസം ചിക്കൻ കറിയും കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു. പിന്നെ ഹസ്ബൻഡിന് ഇതുപോലെ ഒരു ഉത്തപ്പം പോലെയും ഉണ്ടാക്കി കൊടുത്തു. അപ്പോൾ ഇതോട് കൂടിയിട്ട് എൻ്റെ ഇന്നത്തെ ഒരു ദിവസം, അതായത് നാട്ടിൽ പോയി തിരിച്ച് വന്നിട്ട് ഇന്നത്തെ ഒരു ദിവസം ഇങ്ങനെയായിരുന്നു.